എൻ്റെ ഒരു ഈവനിങ് വ്ലോഗാണ് കേട്ടോ. അപ്പോൾ സ്കൂളൊക്കെ വിട്ട് 4 മണിയോടൊക്കെ ആകുമ്പോഴത്തേക്കും ഞാൻ വീടെത്താറുണ്ട് കേട്ടോ. നമ്മളെ മറ്റേ പ്രാവൻ ചത്തുപോയി. രണ്ടാമത്തെ പ്രാവൻ ചത്തുപോയി. അപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ, അപ്പോൾ ഇന്നാണെങ്കിൽ നല്ല ഒരു ഹാപ്പി ആയിട്ടാണ് വന്നത്. പക്ഷേ വന്നപ്പോഴത്തേക്കും ഒരു ബാഡ് ന്യൂസ് ആയിരുന്നു. നമ്മളുടെ വീട്ടിലുള്ള ഒരു പ്രാവ് മരിച്ചുപോയി കേട്ടോ. അപ്പോൾ ഞാനാണെങ്കിൽ ഇതുപോലെ അനിമൽസിനോടൊക്കെ ഭയങ്കര കെയറൊക്കെ കൊടുക്കുന്ന ആളാണ്. അപ്പോഴത്തേക്കും എനിക്ക് ഇതുപോലെ പ്രാവ് മരിച്ചെന്ന് കേട്ടപ്പോൾ ഭയങ്കര വിഷമമായി. ആകെ നമുക്ക് 4 പ്രാവാണ് ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അതിലാണെങ്കിൽ ആദ്യമേ 1 മരിച്ചുപോയി. അപ്പോൾ അതിൻ്റെ അസുഖമാണോ എന്നറിയത്തില്ല. അപ്പോൾ നമ്മളുടെ വേറൊരു ഇതുപോലത്തെ ഒരു ഗ്രേ കളർ പ്രാവും കൂടെ മരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കാണെങ്കിൽ പിന്നെ വേറെ 2 വെള്ളപ്രാവ് മാത്രമേ ഉള്ളൂ കേട്ടോ. പാവമായിരുന്നു ഈ ഒരു പ്രാവ്. പെട്ടെന്ന് മരിക്കുമെന്ന് ആരും പ്രതീക്ഷിച്ചില്ല. നല്ല ആക്റ്റീവായിട്ടുള്ള ഒരു പ്രാവായിരുന്നു. പിന്നെ അത് ഇതുപോലെ മരിച്ചുപോയി. അങ്ങനെ കുറേ നേരം നമ്മൾ കൂട്ടിലിട്ടിരിക്കാതെ നമ്മളാണെങ്കിൽ പെട്ടെന്ന് മാമനെ വിളിച്ച് അങ്ങനെ നമ്മളാണെങ്കിൽ കുഴിച്ച് മൂടി. അപ്പോൾ നമ്മളാണെങ്കിൽ ഇത് ഭയങ്കര വിഷമകരമായ ഒരു ദിവസമായിരുന്നു കേട്ടോ. പിന്നെയാണെങ്കിൽ അമ്മയാണെങ്കിൽ ബാക്കിയുള്ള കോഴികൾക്കൊക്കെ തീറ്റ കൊടുത്ത് അടയ്ക്കാൻ പോവുകയാണ്. അപ്പോൾ കോഴികൾക്ക് ആവശ്യമായിട്ടുള്ള ഫുഡൊക്കെ ആണെങ്കിൽ നമ്മൾ നേരത്തെയൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവരൊക്കെ പോയി കാണണേ. വളരെ ചിലവ് കുറഞ്ഞ നമ്മൾ ഫുഡ് കൊടുക്കുന്നതിൻ്റെ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും പോയി കാണുക. പിന്നെ വേറൊരു കൂട്ടിനകത്ത് നമ്മളുടെ 2 അതിഥിമാരുണ്ട്. വേറെ ആരുമല്ല, കോഴികൾ തന്നെയാണ് കേട്ടോ. അപ്പോൾ അവർക്കാണെങ്കിൽ അട വെച്ച് കൊടുത്തിട്ടുണ്ട്. ഏതാണ്ട് ഒരു 21 ദിവസമൊക്കെ കഴിയുമ്പോഴത്തേക്കും നമ്മളുടെ മുട്ടയിൽ നിന്ന് കുഞ്ഞൊക്കെ വിരിഞ്ഞിറങ്ങും. അപ്പോൾ നമ്മളുടെ ഈ ഒരു മുട്ടയിൽ നിന്ന് കുഞ്ഞുങ്ങൾ വിരിയുന്നതിൻ്റെ ഓരോരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട്. കുറേ ദിവസമായി ഞാൻ കോഴിയുടെ വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ടല്ലേ. അപ്പോൾ ഇന്നൊരു കോഴി വിശേഷമായിട്ട് പറയാമെന്ന് വിചാരിച്ചു. കോഴിക്കൂടൊക്കെ കെട്ടി അതിൻ്റെ മണ്ടയിൽ ഇതുപോലെ ഷീറ്റൊക്കെ ഇട്ടു. പക്ഷേ ആ ഒരു തേക്കിൻ്റെ ഒരു വലിയ ഒരു കൊണ്ട വന്ന് വീണു. അങ്ങനെ ഷീറ്റൊക്കെ പൊളിഞ്ഞ് വീണിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ നടക്കുമ്പോഴാണ് എനിക്ക് കോഴിക്കൂട്ടിൽ നിന്നൊരു മുട്ട കിട്ടിയത്. പിന്നെ ഇതാണെങ്കിൽ നമ്മൾക്ക് വീട്ടിനകത്ത് കൊണ്ട് വയ്ക്കാം. അപ്പോൾ ഈ ഒരു മുട്ടയാണെങ്കിൽ പൊട്ടിച്ചതിന് ശേഷം ഇതിൻ്റെ തോടൊക്കെ ആണെങ്കിൽ നമ്മൾ ചുമ്മാ കളയുന്ന കാട്ടിലും നമുക്കാണെങ്കിൽ കോഴിക്ക് തന്നെ ഫുഡിൻ്റെ കൂടെ കൊടുക്കാം. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിലിംഗ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നാണെങ്കിൽ ഏറ്റവും സ്പെഷ്യലായിട്ടുള്ള ഫുഡായിരുന്നു കഴിക്കാനായിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട റെസിപ്പീസായിരുന്നു. മരിച്ചിനി, നല്ല ഉടച്ച മരിച്ചിനിയും തോരനും പിന്നെ നല്ല രസവും പൊരിച്ച മീനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എനിക്കപ്പോൾ ഒന്ന് ഫേവറേറ്റ് ആയിരുന്നു. എനിക്ക് പ്രധാനമായിട്ട് രസവും പൊരിച്ച മീനും ഭയങ്കര ഇഷ്ടമാണ് കോമ്പിനേഷൻ. അപ്പോൾ ബാക്കി കറികളൊക്കെ ആയപ്പോഴത്തേക്കും അടിപൊളിയായി. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കുമാണ് നമ്മളുടെ എണ്ണ കാച്ചാനായിട്ട് ദിവസമായി. പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന വിഭവങ്ങൾ വെച്ച് തന്നെയാണ് നമ്മളാണെങ്കിൽ ഇത്രയും കാലം എണ്ണ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് വീഡിയോ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എണ്ണ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നല്ല മുടി കൊഴിച്ചിലൊക്കെ കുറയും കേട്ടോ. അപ്പോൾ കറ്റാർവാഴ, അശോകപ്പൂവ്, പനീർക്കൂർക്കയില തുടങ്ങിയ കാര്യങ്ങളും പിന്നെ അടുത്താണെങ്കിൽ എക്സ്ട്രാ നമ്മളുടെ ഈ ഒരു കൈതോന്നീൻ്റെ ഇലയും പിന്നെ കറിവേപ്പിലേൻ്റെ 2-3 ഇലയും നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അടുത്താണെങ്കിൽ കുറച്ച് വേപ്പിലയും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അത് എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ കറിവേപ്പില എടുത്തപ്പോഴത്തേക്ക് അമ്മ വേപ്പിൻ്റെ ഇല എടുത്തു. അങ്ങനെ അമ്മയാണെങ്കിൽ അതെല്ലാം നല്ലതുപോലെ കുനുകുനാന്ന് അരിഞ്ഞ് ഒരു ഉരുളിയിലിടുന്നുണ്ട്. ഉരുളിയല്ല, ഒരു പാത്രം. അമ്മ ഈ അരിയുന്ന നേരത്താണെങ്കിൽ ഞാനാണെങ്കിൽ അടുത്ത ജോലി നോക്കി പോയി കേട്ടോ. അടുത്ത് കുറേ തുണികളുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് അമ്മ പറഞ്ഞു മടക്കി വെക്കാനായിട്ട്. പിന്നെ ആണെങ്കിൽ ഓരോരോ തുണിയായിട്ട് അങ്ങനെ മടക്കാൻ തുടങ്ങി. ഇത് വീഡിയോ കാണുമ്പോൾ സ്പീഡാണെങ്കിലും ഞാൻ മടക്കി കുറേ സമയം എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കൈയും വേദന എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ജോലികളൊക്കെ കഴിഞ്ഞിട്ടാണ് ഇനി അടുത്ത് കുളിക്കാനൊക്കെ ഉള്ളത് കേട്ടോ. അപ്പോഴത്തേക്കും ഞാൻ പെട്ടെന്ന് തന്നെ ജോലി അങ്ങ് തീർക്കുന്നുണ്ട്. അപ്പോൾ ഞാനാണെങ്കിൽ ഇതാ ഫ്രഷ് ആയിട്ടൊക്കെ വന്നപ്പോഴത്തേക്കും അമ്മയാണെങ്കിൽ എണ്ണയ്ക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ അതുപോലെ അരച്ച് വെളിച്ചെണ്ണയുമായിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് തിളപ്പൊക്കെ മാറി ഇച്ചിരി ആണെങ്കിൽ കൊത്തടിയാനായിട്ട് വയ്ക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ എനിക്ക് വേറെ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ മുറ്റത്തോട്ടൊന്നും ഇറങ്ങി കേട്ടോ. അപ്പോഴത്തേക്കും നല്ലോണം ചവറുണ്ടായിരുന്നു മുറ്റത്ത്. അപ്പോൾ ഞാൻ ഒരു തുറപ്പ് എടുത്ത് അങ്ങ് തൂക്കാമെന്ന് വിചാരിച്ചു. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയൊക്കെ ജോലി ചെയ്യണമെന്നൊക്കെ തോന്നാറുള്ളൂ കേട്ടോ. അങ്ങനെ പെട്ടെന്ന് തന്നെ ആ ഒരു ജോലി തീക്കാനായിട്ട് ഞാൻ നോക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ കുറേ നേരം ഇതുപോലെ തൂത്ത് അങ്ങനെ മുറ്റം ഫുള്ളായിട്ട് ഞാൻ തൂത്തു. അങ്ങനെ ഞാൻ മുറ്റമൊക്കെ തൂത്ത് വന്നപ്പോഴത്തേക്ക് അനിയത്തിയാണെങ്കിൽ നല്ലപോലെ ഇരുന്ന് പഠിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അമ്മ പറഞ്ഞു നീ മാത്രമേ പഠിക്കാതെ ഇങ്ങനെ ഇരുന്നോ എന്ന്. അപ്പോൾ അത് കേട്ടിട്ട് എനിക്ക് സഹിച്ചില്ലാത്തതുകൊണ്ട് ഞാനും ഇരുന്നൊരു ടെക്സ്റ്റ് വായിക്കുന്നുണ്ട്.
അപ്പോൾ ഒരാൾ പറയുന്നുണ്ടായിരുന്നു നമ്മളുടെ കമൻറ്റിൽ സ്റ്റഡി വ്ലോഗ് ഇടാനായിട്ട്. അപ്പോൾ അത് ഉടനെ വരുന്നതായിരിക്കും കേട്ടോ. നോക്കുമ്പോൾ അവിടം ആനയല്ല എന്നാണ് തോന്നുന്നത്. എൻ്റെയും അപ്പോൾ ഞാൻ കുറച്ച് നേരം ഇരുന്ന് വായിച്ചു. അങ്ങനെ മുഴുവൻ ഞാൻ ഇടുന്നില്ല. പിന്നെ എനിക്കാണെങ്കിൽ അമ്മയാണ് റെസിപ്പി ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു ഉപ്പുമാവിൻ്റെ. അപ്പോൾ ഗോതമ്പ് നുറുക്ക് ഉപ്പുമാവിൻ്റെ റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അനിയത്തി അവിടെ നിന്ന് കഴിക്കുന്നുണ്ടായിരുന്നു, ഞാനും കഴിച്ചു. പിന്നെ ഇത്രയും നോട്ട്ബുക്ക് ഉണ്ടായിരുന്നു, അതെല്ലാം ഒന്ന് നോക്കി. പിന്നെ അച്ഛൻ വന്നപ്പോഴത്തേക്ക് എനിക്കാണെങ്കിൽ ഇഷ്ടപ്പെട്ട കുറച്ച് നൂഡിൽസ് കൊണ്ടുവന്നു കേട്ടോ. വേറെ നല്ലൊരു ചിക്കൻ നൂഡിൽസാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ നല്ല ടൊമാറ്റോ സോസും കിട്ടും. അങ്ങനെ ടൊമാറ്റോ സോസും കൂടെ ഒഴിച്ച് നല്ല പോലെ ഒന്ന് കഴിച്ചു. എപ്പോൾ കിട്ടിയാലും കഴിക്കും കേട്ടോ ഈ ഒരു ചിക്കൻ നൂഡിൽസ്. ഒന്ന് ദഹിക്കാൻ വേണ്ടിയിട്ട് ഞാനാണെങ്കിൽ ഒരു തുറപ്പ് എടുത്ത് രാത്രി തൂത്തു. പിന്നെ അടുത്ത് ഉറങ്ങാനൊക്കെ ടൈമായി കേട്ടോ. ഞാൻ ടൈം ടേബിളൊക്കെ നോക്കി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും ബെഡൊക്കെ വിരിച്ചു. അങ്ങനെ പിന്നെ കണ്ണാടിയൊക്കെ ആ ഒരു പെട്ടിക്കകത്താണെങ്കിൽ നല്ലപോലെ തുടച്ച് ക്ലീനാക്കി വെച്ചു. നാളെ രാവിലെ വയ്ക്കാനുള്ളതല്ലേ. അപ്പോഴത്തേക്കും അങ്ങനെ പെട്ടിയൊക്കെ ക്ലോസ് ചെയ്ത് അങ്ങനെ അടച്ച് വെച്ചു. അതിന് ശേഷം ഞാനാണെങ്കിൽ പോയി കിടന്നുറങ്ങാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഇതുവരെ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും താങ്ക്സ് ഉണ്ട്. അപ്പോൾ ഇനിയും എൻ്റെ വീഡിയോ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഒരു ഗുഡ് നൈറ്റ്. അപ്പോൾ ഞാൻ പോയി കിടന്ന് ഉറങ്ങാൻ പോവാണ് കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.